എൻസൈക്ലോ വിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2026 അതായത് പുതുവത്സരത്തിലെ ആദ്യഘട്ട ക്ഷേമ പെൻഷൻ വിതരണം 25-ന് ശേഷം ആരംഭിക്കുകയാണ്. 26-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തുവരുന്നത്. പ്രധാനമായിട്ടും സംസ്ഥാന ബഡ്ജറ്റ് 29-ാം തീയതിയാണ്. ആ ദിവസങ്ങളിലെല്ലാം തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. 2000 രൂപ വീതം ജനുവരി മാസത്തെ സഹായം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്ക് 63 ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്കായിരിക്കും കൈമാറുന്നത്. വിവിധ രേഖകൾ കൊടുക്കുന്നവരുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു. എങ്കിൽ പോലും ആ ലിസ്റ്റ് പരിഗണിക്കാതെ എല്ലാവർക്കും ഈ ഒരു പ്രാവശ്യം സഹായമുണ്ട്. എന്നാൽ ഫെബ്രുവരി മാസം മുതൽ ഇതിൽ പലർക്കും ആനുകൂല്യം തടസ്സപ്പെടുകയും ചെയ്തതാണ്. രേഖകൾ സമർപ്പിക്കുവാൻ ചിലർക്ക് സമയം അനുവദിച്ചിരുന്നത് ജനുവരി മാസം 30-ാം തീയതിയും ഇനി അതോടൊപ്പം തന്നെ മറ്റു ചിലർക്ക് ജൂൺ മാസം 30-ാം തീയതി വരെയും സമയം അനുവദിച്ചിരുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രധാനമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാതെ പോകരുത്. അതുകൂടി ചുരുക്കി പറയുകയാണ്. ഏറ്റവും ആദ്യത്തേത് വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. നാളിതുവരെയായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ മാത്രം ഇത് സമർപ്പിച്ചാലും മതി. കാരണം ഒരിക്കൽ മുൻപ് നമ്മളിത് സമർപ്പിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പെൻഷൻ അപേക്ഷ വയ്ക്കുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുള്ളവരാണ്. ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കാണുന്നതാണ്. അത് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എത്ര രൂപയായിരുന്നു എന്ന് നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നൽകിയിരിക്കുന്നത് അതെല്ലാം തന്നെ സേവനയുടെ സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഭാഗത്ത് ഇപ്പോൾ കാണുന്നില്ല എങ്കിൽ, അതായത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതായിട്ട് കാണുന്നില്ല എങ്കിൽ, നമുക്ക് രേഖകൾ കൊടുത്തിട്ടില്ല എന്നാണ് അവിടെ സ്റ്റാറ്റസിൽ വരുന്നത് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടതാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ മാത്രം ഇത് ഏൽപ്പിച്ചാൽ മതി. ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നവരാണ് എങ്കിൽ അവർ ഇത് കാണിക്കേണ്ട കാര്യമില്ല. ഇനി അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കളുടെ കാര്യമെടുക്കാം. വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. ഇതിനുള്ള സമയപരിധി ജനുവരി മാസം 30-ാം തീയതിയോടുകൂടി അവസാനിക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റിന്റെ കേസിലാണ് ജൂൺ മാസം 30-ാം തീയതി വരെയൊക്കെ സമയമുള്ളത്. ഇനി കേന്ദ്ര സർക്കാരിന്റെ വിതരണം കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഈ കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാതെ പോകരുത്. അതുകൂടി ചുരുക്കിയെന്ന് പറയുകയാണ്. ഏറ്റവും ആദ്യത്തേത് വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. നാളിതുവരെയായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാത്തവർ മാത്രം ഇത് ഏൽപ്പിച്ചാൽ മതി. കാരണം ഒരിക്കൽ മുൻപ് നമ്മളിത് സമർപ്പിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പെൻഷൻ അപേക്ഷ വയ്ക്കുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുള്ളവരാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കാണുന്നതാണ്. അത് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. എത്ര രൂപയായിരുന്നു അന്ന് നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നൽകിയിരുന്നത്, ഇതെല്ലാം തന്നെ സേവനയുടെ സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഭാഗത്ത് ഇപ്പോൾ കാണുന്നില്ല എങ്കിൽ, അതായത് ഈ മാസത്തെ വിതരണം നടക്കുമ്പോഴേക്കും നമുക്ക് കേന്ദ്ര വിഹിതം ആദ്യഘട്ടത്തിൽ കുറഞ്ഞായിരിക്കും വരുന്നത്. അതിനുശേഷം വളരെ വൈകാതെ തന്നെ 3 ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം എത്തുന്നതാണ്. തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കാത്തവർ ആധാറിന്റെ വെബ്സൈറ്റിൽ കയറി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ 26-ാം തീയതി മുതൽ പെൻഷൻ വിതരണമൊക്കെ ആരംഭിക്കുമ്പോൾ എല്ലാവരും മുടങ്ങാതെ തന്നെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.